ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തക്കാളി രസം. ഈ സമയത്ത് നല്ല പനിയാണല്ലോ, അപ്പോൾ പനിക്കുള്ള നല്ല അടിപൊളി മരുന്നാട്ടോ. വെളുത്തുള്ളി വേണം. ഇതാ ഇത്രയും വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. കറിവേപ്പില, കടുക് പൊട്ടിക്കാൻ, തക്കാളി പകുതി അത് അരച്ച് ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഇതിൻ്റെ പകുതി എടുത്ത് രസത്തിലല്ലാതെ ഒന്ന് കടിക്കാനായിട്ടുണ്ട്. അതുപോലെ ജീരകം, കുരുമുളക്, ഇഞ്ചി, ഇതാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഇനി കുറച്ച് ഉലുവാപ്പൊടി വേണം, കായപ്പൊടി വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാനൊന്ന് ഒതുക്കിയെടുത്തിട്ട് വന്നിട്ട് കാണിക്കാം. പുളിവെള്ളമാണ്. ഇതൊരു ചെറിയ നമ്മുടെ നെല്ലിക്കയുടെ വലുപ്പത്തിലൊരു പുളിയെടുത്ത് അത് വെള്ളത്തിൽ ഇട്ടേക്കുന്നതാണ്. ഇതാ കടുക് പൊട്ടിക്കാട്ടെ, കുറച്ചെണ്ണ മതി. പനി ആയതുകൊണ്ട് പനിയൊക്കെ ഉള്ളവർക്ക് കഴിക്കാനാണ്, അല്ലാത്തവർക്ക് കഴിക്കാം. ഞാൻ പറഞ്ഞ പനിയുള്ളവർക്ക് ഇച്ചിരി പുളി എരിവൊക്കെ ഉള്ളത് അവർക്കൊരു വായിക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവ ഇട്ട് കടുക് പൊട്ടിപ്പോയി അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച് വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി അതും ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ പച്ചപ്പ് കളഞ്ഞെടുക്കാതെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് ഇത് ഏകദേശമായി. അപ്പോഴേക്കും നമ്മൾ പുളിവെള്ളം ഒഴിക്കുവാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഞാൻ ഏകദേശം ഇത്ര മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. നമ്മൾ കുരുമുളക് ഇട്ടേക്കുന്നത് കൊണ്ട് ഇച്ചിരി മുളക് പൊടി മതിയെ. ഇനി നമ്മൾ കടിക്കാനുള്ള തക്കാളിയും കൂടി ഇട്ടു. മഞ്ഞൾപ്പൊടി, നമ്മൾ പുളിവെള്ളം ഒഴിച്ചല്ലോ. പുളിവെള്ളം ഒഴിച്ചത് കൊണ്ട് ഇതൊന്നും അടിയിലൊന്നും പിടിച്ചിട്ടുമില്ല. നമ്മളധികം എണ്ണ ഒഴിച്ചു കൊടുക്കാത്തത് കൊണ്ട്. ഇനി ഇത് അധികം ഇതാവണ്ട. ഇത് ഏകദേശമായി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ശകലം കായം കൂടി ഇടണേ. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് കായം കൂടി ഇട്ടു. ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്, തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം. അപ്പോൾ അത് ഒഴിച്ചു. കണ്ടോ, പനി ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതാ ഒരു സ്പൂൺ നെയ്യ് കൂടി ഇടുന്നത് നല്ലതാണ്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് അതിടണ്ട. നെയ്യ് കൂടി ഇടുമ്പോൾ അതിൻ്റെതായ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. രസപ്പൊടി ഇല്ലാത്ത നമ്മുടെ രസം റെഡി.